ചിരിച്ചേ. മോനെ പൊളി. ഇത്രയും പെട്ടെന്ന് സ്മൈൽ പ്ലീസ്. അത് മേത്തേക്കൊന്ന് കയറൂട്ടോ. തിരിച്ചു വരുമ്പോ ഗവിയിൽ വന്നിട്ട് ആനനെ കണ്ടില്ല എന്നുള്ള പരാതിയോട് മാറിയിട്ടാ. ഒന്നും കണ്ടിട്ടില്ല. അവിടുന്ന് ഷട്ട അടിച്ചു എല്ലാത്തിനും. എല്ലാരും അട്ട അടിച്ചു. നേരെ ഇങ്ങോട്ടേ. ക്ലിയർ ആയിട്ടാ. പൊളിച്ച്. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിത് ഇന്ന് എല്ലാവരും കൂടി ഗവിയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ എല്ലാവർക്കും ഗവിയിലേക്ക് എങ്ങനെ പോകേണ്ടതെന്നുള്ളതൊക്കെ ഡൗട്ട് ഉണ്ടാവും. കാരണം നമ്മൾ സാധാരണ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകുന്നതിനേക്കാളും കുറച്ച് കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ആണ് ഗവിയിലേക്ക് പോകുമ്പോൾ. വണ്ടിയുടെ റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ തുടർന്നാണ് പറഞ്ഞു പോവാം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വർക്കിച്ചുണ്ട്, റഷ്യയുണ്ട്, ബിസ്മി ഉണ്ട്, പിന്നെ നമ്മുടെ മണവാളൻ്റെ ജിത്തു. ജിഫിൻ്റെ ക്യാമറയുടെ പുറകേലും ഉണ്ട്. മണവാളൻ്റെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ കൂടെയുള്ള ആദ്യത്തെ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ ഗവിയിലേക്ക് കയറാം. ഇപ്പോൾ നമ്മൾ ഉള്ളത് എരുമേലിയിലാണ്. എരുമേലിയിൽ ഫുഡ് കഴിക്കാൻ നിർത്തി, ഫുഡ് കഴിച്ചു. ഇനി നമുക്ക് നേരെ ഏതാണ് ആങ്ങാമൂഴി ചെക്ക് പോസ്റ്റിലേക്ക് വന്നിട്ട് അവിടുത്തെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഓക്കെ. ഞാൻ ഉറങ്ങിയായിരുന്നു, അതുകൊണ്ടാണ് വണ്ടിയുടെ വേഗം എത്തിയത്. ഈ സൈഡിൽ എന്തോ കുഴപ്പമില്ല. എനിക്ക് അതാ സൈഡിന്റെ അപ്പൊ നമ്മളിത് ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ ചെക്ക് പോസ്റ്റിലാണ്, ആങ്ങാമൂഴി ചെക്ക് പോസ്റ്റിലാണ്. അപ്പൊ ഇങ്ങോട്ട് വരാനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യേണ്ട രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ gavikakki.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് നമ്മൾ ബുക്ക് ചെയ്യണം. ആകെ 30 വണ്ടി മാത്രമേ ഒരു ദിവസം ഈ ചെക്ക് പോസ്റ്റ് വഴി കടത്തി വിടുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരാനായിട്ട് മറ്റേ KSRTCയുടെ ഒക്കെ പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ നമുക്ക് പ്രൈവറ്റ് വണ്ടിയിൽ വരാനുള്ള ഓപ്ഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പ്രൈവറ്റ് വണ്ടി എന്ന് പറയാൻ നേരത്ത് കാറ് കാര്യങ്ങൾ വരും, ബൈക്ക് വിടില്ല, അതുപോലെ പ്രൈവറ്റ് ബസ് വിടില്ല. അപ്പോൾ 30 വണ്ടി മാത്രമേ കടത്തി വിടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുക്കിംഗ് നമുക്ക് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ ഇങ്ങോട്ട് വരാനായിട്ട് പറ്റുള്ളൂ. ബുക്കിംഗ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ബുക്ക് ചെയ്യണത്, ഇന്ന് വരാനാണ് ബുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുമ്പേ അതിൻ്റെ വെബ്സൈറ്റിൽ അത് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ഓപ്പൺ ആയി കഴിയുമ്പോൾ തന്നെ രാത്രി 12 മണിക്ക് ഓപ്പൺ ആവും. നമ്മൾ ആദ്യം തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ വെക്കേഷൻ സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ടിക്കറ്റ് ഓഫീസ്, ഈ കാണുന്ന ടിക്കറ്റ് ഓഫീസിൽ വന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എഴുതാനായിട്ടൊരു ഫോം തരും അവർ. അപ്പോൾ നമ്മൾ എത്ര പേരുണ്ട് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതൊക്കെ എഴുതി കൊടുത്ത് കഴിയാൻ നേരത്ത് നമുക്കിത് ഇതുപോലൊരു സ്ലിപ്പ് അടിച്ച് തരും. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ 5 പേർക്കാണ് ഞങ്ങൾ ബുക്ക് ചെയ്തായിരുന്നു. പക്ഷേ എക്സ്ട്രാ ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കും കൂടി നമുക്ക് ഇവിടുന്ന് 100 രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. അതായത് ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ വെബ്സൈറ്റ് വഴി എടുത്തപ്പോഴും ഇവിടെ വന്നെടുത്തപ്പോഴും നമുക്ക് ചാർജ് ആയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങോട്ടേക്ക് ഉള്ളത്. ഇനി ഇവിടുത്തെ എൻട്രി അതുപോലെ തന്നെ എക്സിറ്റ് ടൈമും കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് നോക്കാം. ഇവിടുന്ന് എൻട്രി ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ 8:30 തൊട്ട് 11 മണി വരെ. അതായത് ബുക്ക് ചെയ്ത് വന്നവർക്ക് ഈ 30 വണ്ടികൾ കടത്തി വരുന്ന ആ ടൈം എന്ന് പറഞ്ഞാൽ 8:30 തൊട്ട് 11 മണി വരെ. ഇനി ഇതിൻ്റെ ഇടയിൽ വേറെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് കയറുമ്പോൾ നമുക്കറിയാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ അതൊക്കെ പറയാം. നമുക്ക് നേരെ പോവാം. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇനി കയറുന്ന നമ്മൾ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വേറെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. KSEBയുടെ ഒരു ക്യാൻറ്റീൻ മാത്രമേ ഉള്ളൂ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഫുഡ് കഴിച്ചിട്ട് വരിക, അല്ലെങ്കിൽ ഫുഡ് കയ്യിൽ കരുതുക. പിന്നെ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകണം അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ ഇവിടെയായിട്ട് ഒരു ജെൻസ് ടോയ്ലറ്റും ലേഡീസിനുള്ള ടോയ്ലറ്റും രണ്ടും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊരു ഫോറസ്റ്റ് ഓഫീസാണിത്. അതിൻ്റെ ചേർന്ന് തന്നെ നമുക്ക് ആ ഒരു സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ നമുക്ക് ഇനി ചെക്ക് പോസ്റ്റിന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വേറെ ഫുഡ് കാര്യങ്ങളൊന്നും കിട്ടില്ല, വേറെ കടകൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരു ചേച്ചീനെ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരി ഇവിടെ പൊതിച്ചോറ് നമുക്കിവിടെ വിതരണം ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് എന്താണെന്ന് ചോദിക്കാം. പിന്നെ വാഴയിലക്കകത്ത ഇലപ്പൊതിയ, പിന്നെ 7 കൂട്ടം കറികളുണ്ട്, മീൻ വറുത്ത് കൂട്ടി. പിന്നെ എന്തെങ്കിലും പിന്നെ ഓർഡർ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം പറയുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കും. നേരത്തെ ഓർഡർ ചെയ്യണം. അപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നമ്പറിൽ വിളിച്ചാൽ മതി. വിളിക്കുന്നുടനെ എത്ര ഊണ് വേണമെന്ന് റെഡിയാക്കി വെക്കും. അപ്പോൾ ഇവിടെ 8 മണി തൊട്ട് 11 വരെ വണ്ടി വിടുകയുള്ളൂ. അപ്പോൾ അത്രയും സമയമായി ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് പറയുവാണെങ്കിൽ. ഇത് 7 കൂട്ടം കറിയും മീൻ പൊരിച്ചതും അതിന് എത്രയാണ് വരുന്നത്? 120 രൂപ. 120 രൂപയ്ക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടും. ഓക്കെ. അപ്പോൾ നമ്പർ തന്നാൽ മതി, ഞാൻ നമ്പർ ഇവർക്ക് കൊടുത്തേക്കാം. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ വന്നിട്ട് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ എന്തെങ്കിലും എക്സ്ട്രാ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ വരാതെ എന്തായാലും പൊതിച്ചോറ് ഇവിടെ ഉണ്ടാവും. ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ പൊതിച്ചോറ് ചിലപ്പോൾ തികയാതെ വരും. അപ്പോൾ നേരത്തെ ഓർഡർ ചെയ്യുവാണെങ്കിൽ അത് മാറ്റി വെച്ചേക്കും ആ വണ്ടിക്കാർക്ക് വേണ്ടിയിട്ട്, പറയുന്ന ആൾക്കാർക്ക്. നിങ്ങൾക്ക് അപ്പോൾ അധികം ആളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തികയാണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റി വെച്ചേക്കും.
അപ്പോൾ എന്തായാലും ചേച്ചിയുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. എല്ലാവരും ആവശ്യമുള്ളത് നമ്പർ വിളിച്ചാൽ നമുക്ക് ബുക്ക് ചെയ്ത് പൊതിച്ചോറ് കിട്ടും. കാരണം അകത്തേക്ക് ഇരിക്കുന്ന വേറെ കടകൾ കാര്യങ്ങളൊന്നും കിട്ടില്ല. നമുക്ക് ഫുഡ് കഴിക്കാനുള്ള അപ്പോൾ എല്ലാം ഇവിടുന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ തന്നെ കരുതുക. അപ്പോൾ നമ്മളിത് ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു ജംഗ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു ജംഗ്ഷനാണ് ആകെ ഉള്ളൂ. അപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ മേടിക്കുക. ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡോ വെള്ളമോ കാര്യങ്ങളോ ഒന്നും കിട്ടാനുള്ള ഇതില്ല. നമ്മൾ ജസ്റ്റ് ഫോറസ്റ്റിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഈ കാണുന്നത് ആങ്ങാമൊഴി പാലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് തന്നെ നിങ്ങൾ വെള്ളവും കാര്യങ്ങളൊക്കെ മേടിക്കുക. നമ്മൾ ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഇങ്ങോട്ട് സഞ്ചരിച്ച് ചെയ്യാൻ നേരത്ത് ഇവിടെ നമുക്ക് ഈ ചെക്ക് പോസ്റ്റ് വരും ഫോറസ്റ്റിൻ്റെ. അപ്പോൾ അവിടെ നമ്മൾ അവിടെ നിന്ന് എടുത്ത ടിക്കറ്റ്, ബാക്കിയുള്ള രേഖകൾ, അതുപോലെ തന്നെ ഡ്രൈവറിൻ്റെ ലൈസൻസ് ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ട് അതിൻ്റെ പെർമിഷൻ എടുക്കണം ഇവിടെ നിന്ന്. അപ്പോൾ അതേ വർക്ക് കിച്ചൺ വരുന്ന വർക്ക് കിച്ചണിൽ പോയി പെർമിഷൻ എടുക്കണം. എന്തൊക്കെ ചോദിച്ചടാ? പ്രത്യേകിച്ചൊന്നുമല്ല. ടിക്കറ്റ് അവർ വെരിഫൈ ചെയ്തു. പിന്നെ അവർ 1-2 ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു. അതായത് വിജനമായ പ്രദേശങ്ങളിൽ നിർത്തരുത്, അതായത് ആളുകളുള്ള സ്ഥലങ്ങളിൽ മാത്രം നിർത്തുക. പിന്നെ ഡാം സൈറ്റുകളുണ്ട്, അവിടെയൊക്കെ ജസ്റ്റ് ഇറങ്ങി കാണാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ്. പ്ലാസ്റ്റിക് ബോട്ടിൽസ് അവിടുത്തെ അപ്പുറത്തെ ചെക്ക് പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. വേറെ കുഴപ്പമൊന്നുമില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. വേറെ ഡ്രൈവർ ലൈസൻസ് കാണിക്കേണ്ടത്. ബാക്കി നമ്മുടെ ഈ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുന്നു, അത്രേ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത ചെക്ക് പോസ്റ്റ് എവിടെയെന്ന് പറഞ്ഞു? അങ്ങനെയൊന്നും പറഞ്ഞില്ല. അപ്പോൾ നമ്മളിത് ചെക്ക് പോസ്റ്റ് ചെയ്ത് നേരെ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഒരു 60-70 കിലോമീറ്ററോളം ഇതുപോലെ ഫോറസ്റ്റാണ് ഫുള്ളായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഗവിയിലേക്ക് എൻ്റർ ആവുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഒരു ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വണ്ടിയുടെ പൈസ, അതുപോലെ ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പൈസയൊക്കെ കൊടുക്കാനുള്ളൊരു ചെക്ക് പോസ്റ്റ് ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ഇനി ഇതിനകത്ത് വേറെ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ എൻ്റർ ആയിട്ടുണ്ട്. 8ാമത്തെ വണ്ടി തന്നെയാണ് നമ്മൾ എൻ്റർ ആയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കണം. കാണാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങോട്ട് കയറിയേക്കുന്നത്. വർക്കിച്ച കുറേ ആനപ്പിണ്ടും കാര്യങ്ങളും കാണാൻ നല്ല സ്മെല്ലും വന്നിട്ടുണ്ടല്ലോ. ആനയുടെ കാണാൻ പറ്റുമോ? ആനനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മളെ കാടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യം പോലെയാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ മൃഗങ്ങളെ കാണാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രതീക്ഷിക്കാത്ത മൃഗങ്ങളായിരിക്കും. നമുക്ക് റയറായിട്ട് കാണുന്ന മൃഗങ്ങളെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. പക്ഷെ അത് ഭാഗ്യം പോലെ ഇരിക്കും. ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. ഉണ്ട് നമ്മളെ ഫ്രഷ് പിണ്ടോ എല്ലാം കിടക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആന ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ആന പക്ഷെ താഴേക്ക് എവിടെ ഇറങ്ങിയിരിക്കണതാ. പക്ഷെ നമുക്ക് ഭാഗ്യമല്ലേ കാണാനായിട്ട്. നമുക്ക് വേറെ ഏതെങ്കിലും കിട്ടും കാണാനായിട്ട്. ആ ഗവിയുടെ കിട്ടിയടാ കാറൻ വണ്ടീനെ. ഗവിയുടെ KSRTC കിട്ടിയടാ ഗവിയുടെ. നമ്മളിത് ഗവിയിലേക്കുള്ള യാത്രയിലെ ആദ്യത്തെ ഡാം. ഈ വഴിക്ക് നമുക്ക് 4-5 ഡാമുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഡാം മൂഴിയാർ ഡാം. വികാരം തോന്നിട്ടിലേക്ക് ഞാൻ മൈക്രോ ഫൈനാൻസ്. അതല്ല ഈ വണ്ടിക്ക് ലോൺ കൊടുക്കുന്നത് അല്ല. കോടയുന്നുണ്ട്, അടിപൊളി. അത് ഇന്നിച്ചിട്ട് വെയിറ്റ് കോട ഇങ്ങോട്ട് വരുന്നു. ഇടാം കേട്ടിട്ടുള്ളൂ, വാർത്തയിലും പത്രത്തിലും കണ്ടിട്ടും കേട്ടിട്ടുള്ളൂ. ഓഫായില്ലോടാ, ഡിസ്പ്ലേ ഓഫായാലും റെക്കോർഡിംഗ് ഇത് നടത്തിക്കൂലടാ. നടത്തിക്കാൻ സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നണേ. ഒരു 10 മിനിറ്റ് ഞങ്ങൾ നടന്നോട്ടെ. ഇപ്പൊ തന്നെ പിടിക്കണോ
കുട തിരിക്കാൻ നനഞ്ഞ് ചെയ്യും കേട്ടോ. നീ ഈ സൈഡിലേക്ക് കുടിക്കും കൂടാ. ഇവിടുന്ന് കാറ്റ് തന്നെയാ. കാറ്റ് തിരിച്ചതിനെ കൂടെ ഒടിഞ്ഞു. ഒരു രക്ഷയില്ലാത്ത ഡാമാടാ. എന്റെ പോലും അന്യ ഹൈറ്റ്, ഭയങ്കര കാറ്റ്, ഒരു രക്ഷയില്ല. നല്ല വ്യൂ എന്ന് വെച്ചാൽ പറയാനില്ല. ഇതിലും കണ്ടാ നീ സൂപ്പർ. ഇവിടെ കക്കിടാമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു പോലീസ് ചെക്കിങ് ഏരിയ ഉണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ പാസും ഡീറ്റെയിൽസും കൊടുക്കുക, അതായത് ലൈസൻസ്, ഫോൺ നമ്പർ, ഇത്രയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റോപ്പിലേക്ക് മൂവ് ചെയ്യാം. കക്കി ഡാം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇറങ്ങേണ്ട ഒരു സ്ഥലം തന്നെ കേട്ടോ. അവിടെ ഇറങ്ങി നടക്കാനൊക്കെ അനുവാദമുണ്ട്, അതിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഞങ്ങളിപ്പോ നല്ല മഴയും അതുപോലെ അന്യായ കാറ്റുവാ. കൊടയും കൊണ്ട് പോയിട്ട് വരും, കൊട ഇങ്ങനെ കാറ്റ് പിടിക്കുന്ന പോകാൻ പറ്റില്ല. താഴത്തേക്കുള്ള വ്യൂ ഒക്കെ അടിപൊളി വ്യൂ. അപ്പൊ ഈ വീഡിയോയിൽ അടയുണ്ട്, ഞാൻ റെഡിയാ. 1-2 ഉണ്ട്. ഭയങ്കര ഡിസ്റ്റൻസ്. ഇല്ല ഒന്നും ചെയ്യില്ല ചെയ്താലും വണ്ടിക്കാൻ ഞാൻ സാധനം അടിക്കി വണ്ടി ഫ്രണ്ടിലേക്ക് എടുക്കണം. എനിക്ക് കാണാൻ പറ്റില്ല. നീ ഫോണിൽ എടുക്കടാ. ഓണാണോ? ആ ഓണാണ്. റെക്കോർഡിംഗ് ഗ്ലാസ് അധികം കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. ഇത്തിരി സൂമോട്ടേ ഇനി മറ്റൊരു വീഡിയോയിലാണെങ്കിൽ ഒന്നും കണ്ടില്ലെന്ന് ആരും പറയും. ചിരിച്ചേ. സ്മൈൽ പ്ലീസ്. അത് മേത്തേക്കൊന്ന് കയറൂട്ടോ. ആ തിരിച്ചിട്ട് വരുമ്പോ ചിന്ന ചിൻ പൊടിക്കട്ടോ. പുറത്തേക്കൊക്കെ തലയിട്ടില്ലേ ക്യാമറ? ചിൻ പൊടിക്കടോ. അത് ടെലി ലെൻസ് ആണ്, അത്ര അടുത്ത് വെച്ചെടുക്കാൻ പറ്റില്ല. നിങ്ങൾ കെവിയിലേക്കുള്ള റൂട്ടില് കക്കിടാൻ കഴിഞ്ഞ ഒരു കുറച്ചു ദൂരം വരുമ്പോ തന്നെ ഈ ഒരു സ്ഥലം ഒട്ടും മിസ് ചെയ്യാം. കിട്ടില്ല അടിപൊളി കോട ഫുള്ള് കാര്യങ്ങളായിട്ട് നല്ല ഭംഗിയുള്ളത്. ആ ഒരു മഴ പെയ്ത് തന്നെ ഉണ്ട് നമ്മൾക്ക് ഇത്രയും കോടയോടെ കിട്ടിയേക്കുന്നത്. ഇച്ചിരി ഒരു പാറമടയാന്ന് തോന്നുന്നത്, പക്ഷെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. സൂപ്പർ സ്ഥലം. അപ്പൊ ഇത് ഒരിക്കലും മിസ് ചെയ്യരുത്, കെവിയിലേക്ക് പോകും. അവിടെ ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെ നിന്ന് ചേച്ചിയുടെ മേടിച്ച ഊണിതേ ഇതുപോലെ ഈ ഇത്രയും അടിപൊളി ഒരു വ്യൂവിൽ വെച്ചിട്ട് നമ്മൾ കഴിക്കാം. അപ്പോൾ നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി പേപ്പർ വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിൽ വയ്ക്കും. ഇവിടെ ഒന്നും കളയൂല. ഇവിടെ കുറേ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇതുപോലുള്ള നല്ല സ്ഥലങ്ങൾ പ്ലാസ്റ്റിക് കാര്യങ്ങൾ ഇപ്പം നശിപ്പിക്കാതിരിക്കും. നമ്മൾ കളയില്ല, നമ്മൾ എന്തായാലും ഇത് കളയില്ല. ഇത് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വേറെ എവിടെയെങ്കിലും എസ്ബിനോ എന്തെങ്കിലും കാണുമ്പോൾ അതിൽ കൊടുക്കും. നമ്മുടെ ഈ യാത്രയിലെ നെക്സ്റ്റ് ഡാം നല്ല കിടിലൻ ഡാമാണ് കേട്ടോ. ഒരു ആർച്ച് രീതിയിലുള്ള അടിപൊളി ഡാം. ഞാൻ ഇറങ്ങിയിട്ട് പിന്നെ നടന്നു തന്നോ. നിങ്ങളെല്ലാവരും ഇറങ്ങി. ഇനി 24 കിലോമീറ്റർ ആനത്തോട് ഫ്ലാങ്കിങ് ഡാം. ഇതാണ്ടോ ആനത്തോട് ഫ്ലാങ്കിങ് ഡാമാണ് നമ്മളിപ്പോ കടന്നു പോകുന്നത്. ഒരു ചെറിയ ആർച്ച് ഡാമാണ് കേട്ടോ ഇത്. ഇതിനകത്ത് കയറിയോ? എല്ലാരും കാൽമുണ്ടാവും. അതാണ് വഴി കിട്ടിയത്. ഞാൻ ഓർത്ത് എന്ത് കാല് ഞാൻ എടുക്കുന്നത്. അവിടെ നോക്കി ഒതുക്കിട്ടോ. അത് ഏനെടുക്കുമ്പോ മനസ്സിലാവും. പണ്ടൊക്കെ ചോര തന്നെ ഉണ്ട്. ചോരനല്ല ദേ ഇരിക്കണ ആശാൻ. അതേ ഇത് വലുത് നീണ്ടുണ്ട്. എല്ലാരും കാല് നോക്ക്. പണ്ടൊക്കെ ഇറന്നെങ്കിൽ
ഉപ്പൊന്നുമില്ലേ? സിഗരറ്റ് വലിക്കുന്ന കാര്യമില്ല ഇവിടെ. ഒന്ന് തീ കാണിച്ചാ മതി. എടാ നമ്മുടെ സോക്സിന് ഇച്ചിരി നീളം, സോക്സിന് നീളം കുറവാ. മണ്ടാറം ഇത് അട്ട തന്നെയാണോ? ഞാൻ സോക്സ് ഇട്ടിട്ടില്ല. ഇത് അട്ട തന്നെയാണ്. ഇത് വിടോ? അത് വിടും, അങ്ങനെ വിടൂല. എന്തെങ്കിലും കാണിക്കണം. തീ കാണിക്കണം, അല്ലെങ്കിൽ ഉപ്പ്, അങ്ങനെ എന്തെങ്കിലും സാധനം വേണം. സോപ്പ് നിന്റെ ണെങ്കിൽ ചോരയുടെ പോലെ അട്ട പിന്നെ പിടിക്കാറ വലിച്ചു ആന ഒരു ആന. വേദന എടുക്കോ? ഇല്ല. എന്താ ചോദിച്ചേ? എന്താ ചോദിച്ചേ? ഒന്നും കാണാനില്ല. ഒന്നും കാണാനില്ല. അന്ന് വേനെടുക്കും, വേനെടുക്കും മനസ്സിലാവും. ഈ സാധനത്തിൽ കളഞ്ഞാ എടാ അത് നിന്റെ ശരിക്കും പിടിച്ചേക്കാം. അതിൽ ചോര പിടിച്ച് തിരുമ്പോ റെഡിയാവും. വേറെ കത്തുണ്ടോന്ന് അറിഞ്ഞൂടാ. എവിടെയൊക്കെ എത്തിണ്ടോ നോക്ക്. അങ്ങനൊക്കെ പറയില്ല നീ. ജീപ്പ് ഉണ്ട്. അത് ഇങ്ങോട്ട് സ്പീഡിൽ പോക്കി ഇത്ര പെട്ടെന്ന് ഒന്ന് വീഡിയോ എടുത്തേ. ഉപ്പുണ്ടാ? ആ ഉപ്പ് തേനാ. നീ വീഡിയോ എടുത്തോ. ഒരു അവന് കൊറേ ബ്ലഡ് ഉള്ള കുഴപ്പമില്ല. എടാ നിങ്ങളുടെ താല്പര്യൊന്നുമില്ലേ? എന്റെ അത് അകത്തേക്ക് പോണ്. വിട്ടടാ ഇവിടെ നിക്കുന്നോരാ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എന്തോ ചോര് ന്യൂസ് പേപ്പർ ഇട്ടിട്ട് കൊടുത്താൽ അത് രക്തം ഇങ്ങനെ വന്നോണ്ടിരിക്കും. നമ്മുടെ പേപ്പർ എന്തെങ്കിലും ഉണ്ട്? ഇന്ന് ഇത്തിരി എടുത്തു വലിച്ചെടുത്തല്ലേ? ഇല്ലില്ല, അത് ഉപ്പിട്ടാ. ഉപ്പിട്ടാ ഇത് തുടച്ചിട്ട് വേണോ ഇടാൻ? അല്ല ഇച്ചിരി ഒഴിച്ചോടെ, ഷൂവിനകത്ത് പോകത്തില്ലേ? ഞെക്കണം സ്പ്രേ പോലെ മതിയോ? എടാ ഇവിടെ നമ്മൾ നിക്കണോടത്തുണ്ട് ഇഷ്ടം പോലെ. അപ്പൊ ഈ ചേട്ടന്മാര് കണ്ടോ നമുക്ക് ഉപ്പ് തന്ന് സഹായിച്ചത്. ഈ ചേട്ടന്മാരെ നമുക്ക് ഉപ്പ് തന്ന് സഹായിച്ചുകൊണ്ട് ഇതേ അട്ടേനെ വിട്ടു. ഇവിടെ ഫുൾ അട്ട ഉണ്ടോ? നമ്മള് പോണ വഴിക്കൊക്കെ ചുമ്മാ കയറാൻ വേത്തേക്ക് ചുമ്മാ വേത്തേക്ക് കയറാ. ഒന്നുമില്ലാലും നമുക്ക് ഉപ്പ് കിട്ടി. ഒന്നും കണ്ടിട്ടില്ല അവിടുന്ന്. പക്ഷെ അട്ട അടിച്ചു എല്ലാത്തിനും. എല്ലാരും അട്ട അടിച്ചു. വർക്കിച്ചിനാ പോകുന്നതാണ് ഗവിയുടെ ഫോറസ്റ്റ് സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിനി അങ്ങോട്ടേക്ക് കിടക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ടിക്കറ്റും ലൈസൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്ത് അതിൻ്റെ ഡീറ്റെയിലൊക്കെ എഴുതി കൊടുത്തിട്ട് വേണം ഇനി ഇവിടെ നിന്ന് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട്. പെരിയാർ ഈസ്റ്റ് നല്ലൊരു ഡാമത്താറായി മഴ തുടങ്ങി. അങ്ങനെ നമ്മള് ഗവി എക്കോ ടൂറിസത്തിന്റെ അവിടത്തേക്ക് എത്തിണ്ട് കേട്ടോ. കൊച്ചു കൊമ്പ ഇതൊക്കെ പിണ്ടിട്ട് വെച്ചല്ലാണ്ട് ഈ മരത്തൂറ്റില് തൂറിയിട്ട് ഞാനൊക്കെ ഇതൊക്കെ വന്നിട്ടോ നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഏറ്റവും അവസാനത്തെ ഡാം നമ്മുടെ ഗവി ഡാം. ഗവി ഡാമെന്നും ഗേവിയർ ഡാമെന്നും 2 പേരിലുള്ളത്.
ഫുള്ള് കോടയായിട്ട് ഇത് വല്ലാത്തൊരു വികാരം, വല്ലാത്തൊരു എക്സ്പീരിയൻസ്. മറ്റേ പുള്ളി പറഞ്ഞ പോലെ കിട്ടില്ല വ്യൂ. അവന്മാരെവിടെ? അടിപൊളിയാണല്ലോ. ഇവിടെ വെള്ളമുണ്ട്. പൊട്ടിക്കില്ല. എല്ലാം കാണാലോ ഇവിടെ. അപ്പൊ നമ്മുടെ ഈ യാത്രയിലെ ലാസ്റ്റ് ഡാമിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഗവി ഡാമെന്നും ഗവിയാർ ഡാം അല്ലേ? ഗവിയാർ ഡാം, 2 പേരിലുള്ള ആ ഡാം. ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു ഡാം. അതിന്റെ മേലിൽ കൂടെ വണ്ടി ഓടിച്ചു തരാൻ നല്ല ഭംഗി, അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ സൂപ്പറായിട്ട് കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി. ഇനി വർക്കിച്ചാ ഇനി അങ്ങോട്ട് പോയ എന്തെങ്കിലും കാണാനില്ലോ? നമ്മളിപ്പോ പറഞ്ഞ ഗവി എത്തി, ഇനി എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പോയിണ്ടോന്ന് എനിക്കറിയില്ല, നമ്മൾ ആദ്യമായിട്ടല്ലേ വന്നെ. ചെക്ക് പോസ്റ്റ് കിടക്കണം, 4-5 മണിക്കുള്ളിൽ. അതാണ് ഇനി നമ്മുടെ പരിപാടി. അപ്പൊ ഇനി നമുക്ക് ഇനി എന്തെങ്കിലും കാഴ്ചകൾ ഉണ്ടോ എന്നുള്ളത് ഫോൺ വയ്ക്കും നോക്കാം. അപ്പൊ ഇതുവരെ ഉള്ളത് മൃഗങ്ങളെയൊക്കെ ഒരുപാട് കാണാമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷെ അതൊന്നും കിട്ടിയില്ല. എങ്കിലും അടിപൊളി കുറെ കാഴ്ചകൾ കിട്ടിയായിരുന്നുണ്ടാ. അതുപോലെ മഴ പെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് കോടയും കാര്യങ്ങളൊക്കെ കിട്ടി. മൃഗങ്ങളെ വലിയ കാര്യമായിട്ടുള്ളത് കണ്ടില്ല നമ്മള്. നമ്മുടെ ഫ്രണ്ടിൽ ഒരു 5-6 വണ്ടികൾ പോയായിരുന്നല്ലോ. അപ്പോൾ വണ്ടികളൊക്കെ പോകുന്ന ടൈമിൽ ഡിസ്റ്റർബായിട്ട് അതൊക്കെ അകത്തേക്ക് കയറി പോകും. എന്തിലാവട്ടെ, നമുക്ക് ഇനി വേറെ എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കാം. മോനെ പൊളി. ഗവിയിൽ വന്നിട്ട് ആനനെ കണ്ടില്ല എന്നുള്ള പരാതിയോട് മാറിയിട്ടാ. നല്ല വലുതാ. നീ കറക്റ്റ് നിൽക്കാം. മുൻവശത്തുനിന്ന് എടുക്കാലോ നമുക്ക്. വർക്കിച്ചിട്ട് ആനനെ കണ്ടില്ല എന്നുള്ള സങ്കടമോട് മാറിയില്ല വർക്കിച്ച. വർക്കിച്ചെന്നാണ് കാണിച്ചത്. ഞാൻ വർക്കിച്ച കളിയാക്കിയത് കണ്ണേ രാവിലെ സംബന്ധിച്ച ഇവന് ട്രിപ്പ് പോയാണ്ടല്ലോ. എല്ലാം നേരെ ഇങ്ങോട്ടേ ക്ലിയർ ആയിട്ടാ. ഇവിടെ നോക്കിയാൽ എനിക്ക് ടി വി കാണാൻ കാണാം. എടാ ഫ്രണ്ടിലേക്ക് അല്ലടാ, ഇങ്ങോട്ട് ഇറങ്ങി പാടാ. ഇനി ഒരു പൊടിക്കും കൂടി വേണ്ട, ഇറക്കിയിട്ട് അല്ല. ഇതിലെങ്ങനെ ഫോട്ടോ ആണ് റിവ്യൂ കൂടെ. ഇങ്ങോട്ട് കയറാം. നീ ഫ്രണ്ടിലേക്ക് എടുക്ക്, ബാക്ക് പോയിട്ട് ഒരു കാര്യമില്ല. ഫ്രണ്ട് എടുത്തൊന്നും കാണാൻ പറ്റില്ല. ഫ്രണ്ടിലത്തെ വലിയ കാണാം, പക്ഷെ ഇപ്പൊ ഫുള്ള് കവറായി. അപ്പൊ അതെ നമുക്ക് ആനയുടെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. ഒട്ട് തീരെ നിരാശയായിട്ടില്ല. ഒരുപാട് മൃഗങ്ങളൊന്നും കണ്ടില്ലെങ്കിലും നമുക്ക് ലാസ്റ്റ് ടൈമിൽ ആനേനെയും കാണാൻ പറ്റി. അപ്പോൾ ഡാം വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആനയും കൂടിയും കിട്ടി. അതുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ട്രിപ്പ് എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലെ വരാൻ താല്പര്യമുള്ളവർക്ക് ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്തിട്ട് ഈ രീതിയിൽ തന്നെ വരാൻ നിങ്ങൾ ശ്രമിക്കുക. പിന്നെ ഉപ്പ് കൊണ്ടുവരണം, അത് മസ്റ്റാണ്. അതെ, ഉപ്പ് കൊണ്ടുവരണം. ഉപ്പ് കൊണ്ടുവന്നില്ലെങ്കിൽ അട്ട പിടിക്കും. ഇഷ്ടം പോലെ അട്ടയുണ്ട്. അട്ട പിടിച്ചു കഴിഞ്ഞാൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ അട്ടയുടെ പൊക്കോളും. അല്ലെങ്കിൽ അട്ടേനെ കളയാനുള്ള വേറെ എന്തെങ്കിലും ഒരു സംവിധാനമായിട്ട് വരിക. ഇഷ്ടം പോലെ അട്ടയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഗവിയിലേക്ക് വരാൻ താല്പര്യമുള്ളവർ ഇതുപോലെ ഈ പറഞ്ഞ പോലെ തന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മാത്രം വരിക. 30 വെഹിക്കിൾ മാത്രമേ കടത്തിയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വരിക. മാക്സിമം നിങ്ങൾ 8:30 ചെക്ക് പോസ്റ്റ് കൊടുക്കും. ആ ടൈമിൽ തന്നെ കയറി പോകാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വണ്ടികൾ കയറി പോകുമ്പോൾ മൃഗങ്ങൾ പിന്നെ കാണാനുള്ള ചാൻസ് വളരെ കുറയും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ. ബൈ പറയൂ. ഓക്കെ, ബൈ ഗൈസ്. പറയൂ. ബൈ.